കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവത്തിലെ മരനാടൻ മഹാമേള എക്സിബിഷനാണിത്. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് പ്രൊഡക്ട്സ് ഇതിനകത്തുണ്ട് കേട്ടോ. നമുക്ക് ജസ്റ്റ് അതിൻ്റെ വിശേഷങ്ങളൊന്ന് നോക്കാം. അതെ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വലിയ കൊട്ടിയൂർ അമ്പലത്തിലെ ഉത്സവത്തിലേക്കാണ്. ഇവിടെ വിവിധ തരം സ്റ്റാളുകളൊക്കെ നമ്മൾക്ക് കാണാൻ കഴിയും. സ്റ്റാള് വിൽക്കുന്ന ഭയങ്കര വലിയ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പല്ലികളെ അകറ്റാം, പല്ലി, പാറ്റ, ചെറുപ്രാണി ഇതിനെയൊക്കെ അകറ്റുന്ന സംഭവങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. മിച്ചർ കടയിലെ മിച്ചറുണ്ട്, വിവിധ തരം മിച്ചറുണ്ട്. കൊണ്ടോട്ടിയിലെ മിച്ചറാണ്, എണ്ണയിൽ വറുത്തത്, നാടൻ മിച്ചറുകൾ. അതെ, തുണികൾ, വിവിധ തരം തുണികൾ വിൽക്കാൻ അങ്ങ് ആന്ധ്രയിൽ നിന്ന് വന്നു. ആൻഡ് പിന്നെയും കുറച്ച് പോകാം. നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചീനിച്ചട്ടികളാണ്. അതായത് നമുക്കൊരു സംഭവമാണ് ഇത്, നമുക്ക് ഇതിനകത്ത് തിരി വെച്ച് കത്തിക്കാം. പിന്നെ നമ്മൾ മുമ്പിലേക്ക് പോയാൽ ചെരുപ്പിനൊക്കെ ഓഫറുണ്ട് കേട്ടോ. 99 രൂപ മുതൽ ഇവിടെ ചെരുപ്പിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗാന്ധി ഗ്രാമമുണ്ട്. അതായത് നമുക്ക് മുടികൾ നീട്ടി വളർത്താം. ആൻഡ് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരം ബുക്കുകളാണ്. ഈ ബുക്കുകളുടെ ഇടയിൽ ബുക്ക് ഒന്നും വായിക്കാൻ അറിയാത്ത ഒരുത്തന് ഇരിപ്പുണ്ട്. ഇവനാണ് ഇതിൻ്റെ മുതലാളി. ബുക്ക് വായിക്കാൻ പഠിക്കാത്തതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് സ്വന്തമായിട്ട് ബുക്ക് കടയിട്ട് എല്ലാവരെയും ബുക്ക് വായിക്കാൻ പഠിപ്പിക്കുകയാണ് ഇവൻ. ആൻഡ് പിന്നെയും നമ്മളിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സായി. ഇവൻ്റെ കട, ഇവൻ്റെ തട്ടൊക്കെ ഉള്ളത്. പെൺകുട്ടികൾക്ക് മാത്രം ഡ്രസ്സുകൾ ഫ്രീ ആയിട്ട് കിട്ടുന്ന കടയാണ് കേട്ടോ ഇത്. പിന്നെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേരുടെ മോതിരം, മാല വിൽക്കാൻ വേണ്ടിയിട്ടൊരു കിടിലം ബ്രോയുടെ ചിരി ഉണ്ടാൽ തന്നെ നമുക്കൊക്കെ ക്രഷ് അടിക്കും. ആൻഡ് മോതിരമുണ്ട്, മാലയുണ്ട്. കണ്ടോ, കുട്ടികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്കുള്ള ചില്ലറ ആക്സസറീസ്. ആൻഡ് ഇവിടെ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞാൽ പലതരം കത്തി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ കത്തികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്കി ബായുടെ സംഭവം. ജസ്റ്റ് വിവിധ തരം കാറുകളുണ്ട്. കാറുകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാറുകൾ വീട്ടിൽ കൊണ്ടുവയ്ക്കാം. ഇതാണ് കാറ് വയ്ക്കുന്നത്. ഇതാണ് കൊട്ടിയൂർ അമ്പലത്തിലെ പുറത്തെ കാഴ്ച, പുറം കാഴ്ച. തികച്ചും സൗജന്യം. പഴയകാല മുട്ടായികളിലേക്കാണ് നമ്മൾ എത്തിക്കുന്നത്. പഴയകാല മുട്ടായികളിൽ നമ്മൾക്ക് പുതുതായിട്ട് മുട്ടായി ഉള്ള ഒരാളുണ്ട്. നല്ല ഐശ്വര്യമുള്ള മുഖമാണ്. അവിടെ എത്തിയപ്പോഴത്തേക്ക് കറണ്ട് പോയിരിക്കുന്നു. പാവം. ഇത്രയും പാവപ്പെട്ട ഒരു മുട്ടായി കച്ചവടക്കാരന് വേറെ എവിടെയും നമ്മൾക്ക് കിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന ഏത് മുട്ടായാണ് ബ്രോ? ഇവിടെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മുട്ടായി ഏതാണ്? എന്നാലും കുട്ടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന മുട്ടായി ഏതാണ്? പുളിമുട്ടായാണ്. ഇപ്പോഴും നിങ്ങളുടെ സ്വന്തം ഫാക്ടറിയിൽ ഉണ്ടാക്കുന്നതാണ്? ഓ, ഇപ്പോഴും പുതിയ കുട്ടികളിലെ ട്രെൻഡിൽ ഇത് നിൽക്കുന്നുണ്ടല്ലേ? കപ്പലണ്ടി മുട്ടയൊക്കെ പോകുന്നുണ്ടോ? പഴയതുപോലെ കുട്ടികൾക്ക്, പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കപ്പലണ്ടി മുട്ടയൊക്കെ വന്നേ? ശരിയാ വന്നല്ലേ? ഓക്കെ. നമ്മൾ പിന്നെ പോയി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളുടെ പേന, പെൻസിൽ ഐറ്റംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതേ ഓപ്പോസിറ്റ് സൈഡിൽ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും നിരത്തി വെച്ചിരിക്കുന്നതാണ് കുട്ടികളുടെ. പിന്നെ നമ്മൾ നേരെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ വീണനെ കരണ്ടി ഐറ്റംസ് ഉണ്ട്. കിച്ചൺ ടൂൾസുകളുണ്ട്. കുറച്ച് കിച്ചൺ ടൂൾസുകൾ കഴിയുക. എന്നിട്ട് പോയി കഴിഞ്ഞാൽ പൂക്കൾ, വിവിധ തരം പൂക്കളുകളുണ്ട് കേട്ടോ. ആൻഡ് ഇത് നമ്മളുടെ കടയാണ്. സ്പ്രേ, പമ്പ്, നീലാമരി, കസ്തൂരി, മഞ്ഞൾ, രക്തചന്ദനമൊക്കെ ഉണ്ട്. പുഷ്പയുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സ്വന്തമായിട്ട് കൃഷി തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വളരെ ഇതാണ്. ചെറിയ തുച്ഛമായിട്ടുള്ള പൈസയുള്ളൂ, സ്വന്തമായിട്ട് കൃഷി തുടങ്ങാം. നമ്മളെ പാവപ്പെട്ടാണ് എൻ്റെ കടയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ ബാഗി ജീൻസ്, ഫിഫ വേൾഡ് കപ്പ് തുടങ്ങിയല്ലേ, അപ്പോൾ അതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. ജേഴ്സിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര ഇതായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര മേടിച്ച് കൊടുക്കണം. കാരണം ഇതൊക്കെ 6 വർഷം കൂടുമ്പോൾ ഒരിക്കലും വരുന്നതാണ്.
പിന്നെ അത്ര ഉണ്ട്. അത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ കിടല അത്ര ഉണ്ട്. ഇവിടെ ഉള്ള വരുന്നെങ്കിൽ ഇവിടെ ഏറ്റവും അടിപൊളി അത്ര ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്ത് കാണുന്നില്ലല്ലേ, ഇതാണ് കേട്ടോ. അത് കൊള്ളാം. ഞാൻ ഏറ്റവും കൂടുതൽ പക്ഷേ യൂസ് ചെയ്യുന്നത് ബിസ്ക്കറ്റാണ്. പിന്നെ മറ്റേ സംഭവമുണ്ട്. മറ്റേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ എന്തൊക്കെയോ പിന്നെ പുള്ളിയുടെ ഇത് ഗാന്ധി ഗ്രാമമാണ്. അവിടെ നിന്ന് ഇവിടം വരെ ഗാന്ധി ഗ്രാമമാണ്. ഫുള്ള് വയനാടൻ ഉൽപ്പന്നങ്ങളാണ്. പിന്നെ പേഴ്സുണ്ട്. ഇത് നമ്മുടെ കൈ അങ്ങനെ സ്ട്രോങ് ആക്കുന്ന സാധനമുണ്ട് കേട്ടോ. കൈ സ്ട്രോങ് ആക്കാം. ലൈറ്ററുണ്ട്. അതായത് നമുക്ക് എത്ര ഇതിനകത്താണെങ്കിലും OCP പേപ്പറൊക്കെ കത്തിക്കാൻ പറ്റുന്ന ലൈറ്ററാണ്. ലൈക്ക് കാറ്റത്താണെങ്കിലും കത്തിക്കാൻ പറ്റും, അടഞ്ഞു പോവില്ല. സോ അതെന്ത് തിരിച്ചു വയ്ക്കാൻ പറ്റത്തെ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മസാജറുണ്ട്. ഇത് കൂടുതലും വയസ്സായ ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ ഉപയോഗപ്പെടും. നല്ല മസാജറാണ്, കിടിലം മസാജർ, തോക്ക് പോലെ ഇരിക്കുന്ന മസാജറാണ്. പിന്നെ അത് കഴിഞ്ഞാൽ പഴയകാല വിൻറ്റേജിൻ്റെ MSഡിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് തീ സാധനമാണിത്. ഇതിങ്ങനെ കറക്കുമ്പോൾ ഇതിങ്ങനെ കത്തും. ഇങ്ങനെ അണച്ചൊക്കെ വയ്ക്കാൻ പറ്റും. കുഴപ്പമില്ല, കൊള്ളാം. പണ്ടത്തെ വിൻറ്റേജ് സാധനമുണ്ട്. ഇതിൽ പുറത്ത് മേടിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കറണ്ട് പോകുമ്പോൾ ഇതിങ്ങനെ കത്തും. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഹെവി ഐറ്റം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡൻ സീക്രട്ട് ഇതാണ്. നമ്മുടെ എക്സ് ലവറിൻ്റെ ഫോട്ടോയൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചേക്കും. പിന്നെ ജേഴ്സികളൊക്കെ പുതിയ കുട്ടികൾക്ക് മേടിച്ചു കൊടുക്കണം. ആൻഡ് പുതിയ ട്രെൻഡി കളിക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടിട്ട് ഇവിടെ. അല്ല, ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ്? ഒന്നും പറയില്ല. ശരി, ഓക്കെ. കൂത്താമ്പുള്ളി കൈത്തറി, ഇതാണ് സാധനം. കൂത്താമ്പുള്ളി കൈത്തറിയാണ്. ഇവിടുത്തെ കുറേ ബെഡ്ഷീറ്റിന് ഭയങ്കര വിലയാണ്. ഇവിടെ ഈ ബെഡ്ഷീറ്റിൽ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാം, നമ്മൾ ഉറങ്ങിപ്പോകും. ഗേൾസിന് 350 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഗേൾസിന് എന്ത് വേണമെങ്കിലും മേടിക്കാം. ആൻഡ് ഇത് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് എൻ്റെ തന്നെ കട.